വാർത്തകൾ തുടരുന്നു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. പുതുപ്പള്ളി ഗോവിന്ദമുട്ടത്തെ അദ്ദേഹത്തിന്റെ വസതിയായ പനച്ചൂർ വീട്ടുവളപ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവും അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. പുതുപ്പള്ളി ഗോവിന്ദമുട്ടത്തെ അദ്ദേഹത്തിന്റെ വസതിയായ പനച്ചൂർ വീട്ടുവളപ്പിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കായംകുളത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നയാൾ കായംകുളത്തെ രാജാവോ സ്ഥലത്തെ പ്രമാണിയോ ഒന്നുമല്ല. അത് ഒരു കള്ളനാണ്. നാട്ടുകാരുടെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോയ അയാൾ. പക്ഷെ അത് പണക്കാരനിൽ നിന്നും പാവപ്പെട്ടവന് കൊടുത്തത് കൊണ്ടാണ് കായംകുളം ഇനി എത്ര വലിയ പ്രതിഭ ജീവിച്ചാലും കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം കായംകുളത്ത് നിന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച, ഇനി അങ്ങനെ ഒരു സഞ്ചാരം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അനിൽ പനച്ചൂരൻ തന്നെയാണ്, ഒരു സംശയമില്ല. അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരുന്നപ്പോൾ കുറ്റം പറയുകയും ഇയാളുടെ കവിത ശരിയല്ലെന്ന് പറയുകയും ഇയാൾ തെക്കും വടക്കും തോന്നിവാസിയാണെന്ന് പറയുകയും ചെയ്തവർക്ക് ഇപ്പോൾ അധിക്ഷേപിച്ചവർ, ആട്ടിയോടിച്ചവർ ഒക്കെ ഇപ്പോൾ വാക്കുകൾ പൂക്കൾ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഇന്നലെ സംഭവിച്ചതല്ലാത്തതുകൊണ്ട്, കടക്കരപ്പള്ളിയിൽ ഞാനിത് നന്നായി അനുഭവിച്ച് അതിജീവിച്ചതുകൊണ്ട് എനിക്കിതൊക്കെ ഒരു കൗതുകമായിട്ടാണ് തോന്നുന്നത്. ചേർത്തലയിൽ 8ാം ക്ലാസ് തോറ്റുപോയൊരു കവിയുണ്ട്. 8 തോറ്റുപോയവൻ്റെ പേരാണ് വയലാർ രാമവർമ്മ. 8 തോറ്റുപോയവൻ്റെ കവിത പഠിച്ചിട്ടാണ് ചേർത്തലയിൽ നിന്ന് ഞാനും ലോകത്തുള്ള എല്ലാ മലയാളിയും 9ഉം 10ഉം 11ഉം 12ഉം പാസ്സായത്. 8 തോറ്റുപോയവൻ്റെ കവിത പഠിച്ചിട്ട് കേരളത്തിൽ 22 പേർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 10 പാസ്സായവനൊന്നും ഇങ്ങോട്ട് വരരുത് എന്നാണ് ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന് കൈയടിച്ച് ഇവിടെ വെച്ചെങ്കിൽ ഇത് കൈയടിച്ചില്ലെങ്കിൽ ആത്മാവ് ശരിയാവില്ല. കായംകുളത്തുകാരൊന്നും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താ കായംകുളത്ത്? അത് അങ്ങനെയാണ്. വാത്മീകിയുടെ നാട്ടിലും വയലാറിന്റെ നാട്ടിലും ഒന്നും ആരും അംഗീകരിച്ചിട്ടില്ല. എനിക്കുള്ള ബന്ധം പ്രീ ഡിഗ്രി മുതലുള്ളതാണ്. പ്രീ ഡിഗ്രി അദ്ദേഹം പഠിക്കാൻ വന്നപ്പോൾ ഞാനെന്ന് SFIയുടെ ഏരിയ സെക്രട്ടറി. അദ്ദേഹം എന്നെ കാണാൻ വരുന്നു, SFI പ്രവർത്തകനായിട്ട് വരുന്നു. അങ്ങനെ GKM പഠിക്കുന്നു ഡിഗ്രിക്ക്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ, അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ വേണ്ടി. അപ്പോൾ അനിൽ ഇവിടുന്ന് കായംകുളത്തുനിന്ന് ചെന്ന ആളായതുകൊണ്ട് അരിപ്പാട്ടുകാർക്ക് അത്ര ഒരു അരിപ്പാട്ടുകാരനല്ലല്ലോ. അപ്പോൾ അവരുടെ കോളേജിലുള്ള ആൾക്കാരൊക്കെ, അപ്പോൾ ഞാനിവിടുന്ന് പറഞ്ഞു ഇത് നമ്മളുടെ ഒരു നല്ല ആളാണ്, നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണെന്ന്. അങ്ങനെയാണ് അനിൽ പനച്ചൂരാൻ SFIയിലേക്ക് വരുന്നത്. പിന്നെ നാടകമൊക്കെ എഴുതി തുടങ്ങുന്നു, പിന്നെ കവിത എഴുതുന്നു, ഇടയ്ക്ക് പിന്നെ സിദ്ധനാവുന്നു, ഇടയ്ക്ക് പിന്നെ ഇദ്ദേഹം എന്താണെന്നറിയാൻ വയ്യാതെ നാട് മൊത്തം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നു, ഒരു പിടിയും കിട്ടാതെ സഞ്ചരിക്കുന്ന. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് ലോ കോളേജിലെ കുട്ടികളൊക്കെ ആയിട്ട് ഇന്ന് പാടുന്ന അനിൽ പനച്ചൂരാനെയാണ് പിന്നെ കാണുന്നത്. ഏറ്റവും കൂടുതൽ വയലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സമൂഹം. അത് മറ്റുള്ള ദേശങ്ങളെക്കാൾ കൂടുതൽ ആശയങ്ങളും ആ ആശയങ്ങൾക്ക് പിന്തുണയേറിക്കൊണ്ടുള്ള ജനതയും ഉള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം. ഇത്രയധികം ഭാഷാ വൈവിധ്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കൊളോക്കിയൽ സ്റ്റൈലുകൾ, ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇങ്ങനെയുള്ള അനവധി വൈവിധ്യങ്ങളുടെ ഉള്ള ഒരു സ്ഥലത്ത് ചേർത്തുപിടിക്കലിൻ്റെയും ചേർച്ചയുടെയും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം. രാഷ്ട്രീയമാകാം, സാമുദായികമാകാം, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാകാം, ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാകാം. പക്ഷെ അതിനിടയിൽ ചേർത്തുപിടിക്കലിൻ്റെയും ചേർച്ചയുടെയും മഹത്തായ സന്ദേശം കൊടുക്കണം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഭവനനാഥൻ അധ്യക്ഷനായി. വരവിള്ള ശ്രീനി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് A. അജികുമാർ, പ്രദീപ് ലാൽ, KP നമ്പ്യാതിരി, രാമപുരം ചന്ദ്രബാബു, B. അബിൻഷാ, പ്രൊഫസർ B. ജീവൻ, പാലമറ്റത്ത് വിജയകുമാർ, ശാന്തി നികേതനം ആനന്ദൻ, പുരുഷോത്തമൻ, P. മനു എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം R. രാജേഷ് നന്ദി പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പുഷ്പാർച്ചനയും നടന്നു. CDNet ന്യൂസ്, കായംകുളം.